ഹലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കുക്കും മാമിയും ആരുമില്ല. പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. മാമി അവിടെ നിന്ന് എനിക്ക് ടാറ്റ തരുന്നുണ്ട്. അവരുടെ വിചാരം ഞാൻ ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവളും കൂടെ വരുന്നു എന്ന് പറയും. അങ്ങനെ ഞാൻ പോയത് പേയാട് ഒരു ബ്യൂട്ടി പാർലറിലാണ്, ഓർക്കിഡ് ബ്യൂട്ടി പാർലർ. സ്ഥിരം ഞാൻ അവിടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിലിപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തുകൂടാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുക്കാറില്ല. അങ്ങനെ പേയാട് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് വേണം ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് നടക്കുവാണ് ഗൈസ്. അങ്ങനെ നടന്ന് ഏകദേശം അവിടെ എത്താറായി. അങ്ങനെ ഞാൻ ബ്യൂട്ടി പാർലറിലെത്തി. വേറെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് പോയത് എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ തല മൊത്തം ഡാൻഡ്രഫാണ്. ആ ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയത്. ചേച്ചി പറഞ്ഞു ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ഡാൻഡ്രഫായിപ്പോയി. അങ്ങനെ ഞാനൊരു ഡാൻഡ്രഫിൻ്റെ സ്പാ എടുത്തു. കാരണം 3-4 ദിവസം കഴിയുമ്പം ചേട്ടൻ്റെ അടുത്തൊരു ഫ്രണ്ടല്ല അനിയനാണ്, അവൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ പോകണം എന്ന് കരുതി ഞാൻ പിന്നെ ഒരു ഡാൻഡ്രഫിൻ്റെ ഒരു സ്പായൊക്കെ ചെയ്തു. അങ്ങനെ സ്പാ ചെയ്ത് അത്യാവശ്യം എൻ്റെ ഡാൻഡ്രഫ്, അത്യാവശ്യമല്ല നല്ല രീതിയിൽ ചേച്ചി ഡാൻഡ്രഫൊക്കെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെയോ ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുടി സെറ്റായി, എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ലാസ്റ്റ് മുടിയൊക്കെ ഡാൻഡ്രഫ് സ്പാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ചേച്ചി ചെയ്തു തന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഇത് ബ്യൂട്ടി പാർലർ ഓർക്കിഡാണ്. നമ്മുടെ എല്ലാവർക്കും ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് വിളപ്പിശാല പേയാടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പേയാടാണ് സ്പാ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ചാർലി എന്നെ വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല, എന്നെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ എങ്ങനെയൊക്കെയോ ഓടിച്ചിട്ട് നേരെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കി. എന്നിട്ട് അവൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് അവിടെ എന്താണ് കാര്യമെന്ന് ഞാൻ മറന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അവൻ എൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാമിയെ വിളിച്ചു. അമ്മയാണ് ആദ്യം വന്നത്. വാമിതാ വന്ന് എന്നെ പറ്റിച്ചിട്ടാണോ പോയത് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു.